ഇറാനെതിരെ പക്ഷം ചേരില്ല, അബ്രഹാം കരാറിൽ ഒപ്പുവെക്കുകയുമില്ല. അമേരിക്കയുടെ ഭീഷണിക്കെതിരെ ശക്തമായിരിക്കുന്ന പ്രതിരോധം ഏർപ്പെടുത്തിയിട്ടാണ് സൗദി അറേബ്യയിൽ നിന്ന് ഇപ്പോൾ പുതിയൊരു പ്രസ്താവന പുറത്തു വന്നത്. നിരന്തരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓരോരോ അറേബ്യൻ രാജ്യങ്ങളെയും അബ്രഹാം കരാറിൽ ഒപ്പുവെക്കാൻ വേണ്ടി നിർബന്ധിക്കുകയും ഒരു തരത്തിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ഇതുവരെ ഇല്ലാത്തൊരു കാര്യമാണത്. തങ്ങൾ അറേബ്യൻ രാജ്യങ്ങൾ വേണ്ടി വന്നാൽ ആക്രമിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും വലിയ ചർച്ചയും നടക്കുന്നതിനിടയിലാണ് സൗദി അറേബ്യ അവരുടെ നിലപാട് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞത്. അബ്രഹാം കരാർ ഒരു ചതിക്കുഴിയാണ്. അതിൽ കുറേ ശരികളുണ്ട്, അതിലേറെ തെറ്റുകളുമുണ്ട്. തെറ്റുകളെ മറച്ചു വെക്കാൻ ശരികളെ മുൻപിൽ നിർത്തുക എന്നുള്ള പ്രവൃത്തിയാണ് ഇസ്രായേലും അമേരിക്കയും ചെയ്തത്. അത് ആദ്യഘട്ടത്തിൽ തന്നെ തങ്ങൾക്ക് അറിയാമായിരുന്നുവെങ്കിലും ഒരുപാട് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിനോട് സഹകരിക്കാം എന്ന് തങ്ങളേറ്റത്. അതും അമേരിക്കയുടെ നിർബന്ധമായിരിക്കുന്ന ഇടപെടൽ കാരണം. സമ്മർദ്ദ തന്ത്രം എന്നൊക്കെയാണ് അതിൽ പ്രയോഗിക്കപ്പെട്ടത്. അതിനോടനുബന്ധിച്ചാണ് 2023 ഹമാസിൻ്റെ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം പിന്നീട് ഈ മേഖലയിലുള്ള സ്ഥിതി അവസ്ഥകൾക്ക് വലിയ മാറ്റങ്ങൾ വരികയും ചെയ്തത്. അതോടുകൂടി സൗദി അറേബ്യ ആദ്യഘട്ടത്തിൽ തന്നെ നിലപാട് മാറ്റിയിട്ട് അവരുടേതായിരിക്കുന്ന നിലപാട് കൃത്യതയോടുകൂടി പറഞ്ഞു, ഞങ്ങൾ ഈ കരാറിൽ ഒപ്പുവെക്കണമെങ്കിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട്, ആ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടണം, ആ സമയത്ത് മാത്രമേ അങ്ങനെ ഉണ്ടാവൂ എന്നുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പാലസ്തീൻ്റെ സ്വാതന്ത്ര്യം. പാലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു കൃത്യത വരണമെന്നും ആ ദേശം സ്വാതന്ത്ര്യമാകുന്ന സമയത്ത് മാത്രമേ തങ്ങൾ ഇസ്രായേലുമായിട്ട് സഹകരിക്കുകയുള്ളൂ, കരാർ വ്യവസ്ഥയിൽ ഒപ്പുവെക്കുകയുള്ളൂ. നിലപാട് കർക്കശമായി തന്നെ സൗദി അറേബ്യ പറഞ്ഞു. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു മറുപടി അപ്രതീക്ഷിതമായ രീതിയിൽ ഒരിക്കലും അമേരിക്ക പ്രതീക്ഷിതമല്ല, പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്ന്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അമേരിക്കയുടെ നയങ്ങൾക്കും നിലപാടുകൾക്കും അനുകൂലമായിരിക്കുന്ന സമീപനം സ്വീകരിക്കുകയും അതിനനുസരിച്ച് സംസാരിക്കുകയും പോലും ചെയ്യുന്ന രാജ്യമാണ്. അങ്ങനത്തെ ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് അമേരിക്കയുടെ നയനിലപാടിന് വിരുദ്ധമായിരിക്കുന്ന ഒരു സമീപനം എടുത്തതോടുകൂടി അവർക്കൊരു ഞെട്ടലുണ്ടായി. എന്നാൽ പിന്നീട് അത് ശരിയാക്കാം എന്നുള്ളതായിരുന്നു പ്രസിഡന്റിൻ്റെ ആഗ്രഹവും താല്പര്യവും. അതിനു വേണ്ടിയിട്ട് പലതരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ മെനയുകയും അമേരിക്കയുടെയും മിഡിൽ ഈസ്റ്റിൻ്റെയും പ്രതിനിധികളെ സൗദി അറേബ്യയിലേക്ക് അയക്കുകയും ചെയ്തു. പക്ഷേ സൗദി അറേബ്യയുടെ ഈ രാജാവടക്കമുള്ള സംവിധാനങ്ങൾ അപ്പാടെ തന്നെ ആ എടുത്ത നിലപാടിൽ നിന്ന് യാതൊരു തരത്തിലും മാറ്റത്തിന് വിധേയമല്ല എന്ന് പറഞ്ഞു. പാലസ്തീൻ സ്വാതന്ത്ര്യമാവുക എന്നുള്ളത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർബന്ധമായിരിക്കുന്ന ആവശ്യമാണ്. അതൊരു അനിവാര്യമായിരിക്കുന്ന സംഭവമായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരിക്കൽ പോലും തങ്ങൾ ആ പ്രവൃത്തി ചെയ്യില്ല, തങ്ങൾ ആ കരാറിൽ ഒപ്പുവെക്കില്ല എന്ന കാര്യം തുറന്നു പറയുകയും ചെയ്തു. ഇതോടുകൂടിയാണ് റൂട്ട് മാറ്റി സഞ്ചരിക്കുന്നത്. സൗദി അറേബ്യ നിലപാടെടുത്തതോടുകൂടി തൊട്ടടുത്ത രാജ്യങ്ങൾ, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾക്കും ഇതേ നിലപാടിനെ ഫോളോ ചെയ്യുകയാണ് ചെയ്തത്. യുഎയും ബഹ്റൈനും ആദ്യഘട്ടത്തിൽ തന്നെ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ട് ആ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ആ ഒപ്പുവെച്ചതിനോടനുബന്ധിച്ചുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ അതിൻ്റെ സംവിധാനം യുഎഇ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇടപെടാൻ അല്ലെങ്കിൽ അങ്ങോട്ട് പ്രവേശിക്കാൻ, സൈനിക സംവിധാനത്തോടു കൂടി പ്രവേശിക്കാൻ യുഎഇയുടെ സമ്മതം ആവശ്യമില്ല എന്ന് പോലും ആ കരാർ വ്യവസ്ഥയിൽ പറയുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രകോപനമായിരിക്കുന്ന വിഷയമായിട്ട് പല ഘട്ടങ്ങളിലും അവർ പറയാനുള്ള കാരണം. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് ഒരിക്കൽ പോലും എന്താവില്ല, ഇതിന് ഈ ഒരു കരാർ വ്യവസ്ഥ അംഗീകരിക്കില്ല എന്നുള്ളതാണ് സൗദി അറേബ്യ പറഞ്ഞത്. ഇപ്പോൾ രീതികൾക്ക് മാറ്റം വന്നു. കാര്യം എന്ന് പറഞ്ഞാൽ മേഖലയിൽ ഏറ്റവും വലിയ സൈനിക ശക്തി, മുസ്ലിം രാജ്യങ്ങളിൽ ഏറ്റവും വലിയ സൈനിക ശക്തി ഇറാനായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറി എന്ന് അമേരിക്ക തന്നെ സമ്മതിക്കുന്നു, പരസ്യ സമ്മതം ഇല്ലെങ്കിൽ പോലും. കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ലോകത്ത് ഹീറോയിസത്തിലാണ് ഇറാൻ നിൽക്കുന്നത്. അമേരിക്കയെ പോലെയുള്ള ഒരു രാജ്യത്തോട്, സൂപ്പർ പവറുള്ള ഒരു രാജ്യത്തോട് നേർക്കുനേരെ മുഖാമുഖം ഏറ്റുമുട്ടി പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായിരിക്കുന്ന ഒരു രാജ്യത്തിനൊന്നും സാധിക്കുകയില്ല. വളരെ എളുപ്പത്തിൽ ഇറാൻ അത് സാധിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ചെയ്ത യുദ്ധം അത്രയും അമേരിക്ക പരാജയത്തിലുമാണ്.
അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം വരുന്ന സമയത്ത് ഇറാനെ ഒറ്റപ്പെടുത്തുക, അതിൻ്റെ സൈനികപരമായിരിക്കുന്ന ശക്തി ക്ഷയിപ്പിക്കുക, സാമ്പത്തിക ഉപരോധം നടത്തിക്കൊണ്ട് അവരെ ക്ഷീണിപ്പിക്കുക എന്നുള്ളത് അനിവാര്യമാണ്. ഈ അനിവാര്യതയ്ക്ക് എന്ത് വേണം? ഈ മറ്റുള്ള രാജ്യങ്ങളുടെ സമ്മതം, മറ്റുള്ള രാജ്യങ്ങളുടെ പിന്തുണ വേണം. ആ പിന്തുണ നിലവിൽ അമേരിക്കക്ക് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരമായിരിക്കുന്ന അവസ്ഥ. ഹോർമുസ് കടലുമായി ബന്ധപ്പെട്ട് നിലവിൽ അമേരിക്ക എടുത്ത ഒരു സ്റ്റാൻഡുണ്ട്. അത് ഒമാനുമായി ബന്ധപ്പെട്ടതാണ്. വേണ്ടി വന്നാൽ ഒമാനെയും തങ്ങൾ ആക്രമിക്കും എന്നുള്ളതായിരുന്നു അമേരിക്ക പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന വിഷയം. ഒമാനെ സംബന്ധിച്ചിടത്തോളം പാലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോഴും ഇറാനും അമേരിക്കയും തമ്മിൽ വിഷയമുണ്ടായപ്പോഴെല്ലാം മധ്യസ്ഥ റോളിൽ ഇടപെട്ട രാജ്യമാണ്. അത് എല്ലാ ഘട്ടത്തിലും അങ്ങനെയാണ്. 5 തവണയെങ്കിലും 2025 ഇറാന്റെയും അമേരിക്കയുടെയും വിഷയത്തിൽ ഇടപെട്ട് മധ്യസ്ഥത വഹിച്ച ഇതേ രാജ്യത്തെയാണ് ഇപ്പോൾ അമേരിക്ക ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഹോർമുസ് കടൽ ഇറാന്റെയും ഒമാന്റെയും അതിർത്തി പങ്കിടുന്ന കടലിടുക്കാണ്. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഒമാന്റെ കടലിന്റെ ഭാഗത്തോട് ചേർന്നിട്ട്, അല്ലെ ഒമാന്റെ അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഹോർമുസിന്റെ കടൽ ഭാഗത്തിലൂടെ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് സഞ്ചാരം നടത്താൻ വേണ്ടി ഒമാൻ സമ്മതം നൽകണം എന്നുള്ളതാണ് അമേരിക്ക പറഞ്ഞത്. അതൊരിക്കലും അനുവദിക്കില്ല എന്നുള്ളതാണ് കാര്യം. എന്ന് പറഞ്ഞാൽ അത് ഇറാന്റെ കൂടി സമ്മതത്തോടു കൂടി അല്ലാതെ തങ്ങൾക്ക് ഒറ്റക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നടപടി സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് പറഞ്ഞതാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു ഒമാൻ മാത്രമല്ല, മറ്റ് സൗദി അറേബ്യ ആണെങ്കിലും ഖത്തർ ആണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും അവർക്കൊക്കെ കൃത്യമായിരിക്കുന്ന ഒരു സ്റ്റാൻഡുണ്ട്. അത് അമേരിക്കൻ വിരുദ്ധ സ്റ്റാൻഡായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറിയിരിക്കുന്നു. ഇതിൽ സൗദി അറേബ്യയുടെ നിലപാടിന് മയം വന്നാൽ യഥാർത്ഥത്തിൽ മൊത്തത്തിലുള്ള നിലപാടിന് മാറ്റങ്ങൾ വരും. അഥവാ മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളും ഇത് സമ്മതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആയതിനാൽ സൗദിയെ സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള തന്ത്രമാണ് അമേരിക്ക പ്രയോഗിച്ചത്. ആ പ്രയോഗമാണ് ഇപ്പോൾ നടക്കാതെ പോകുന്നത്. കൃത്യമായ രീതി 2-3 കാര്യങ്ങളാണ് അമേരിക്ക സൗദി അറേബ്യയോട് പറഞ്ഞത്. അതിൻ്റെ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി നേരിട്ട് സംസാരിച്ചു, നേരിട്ട് എത്തി സന്ദർശനം നടത്തിക്കൊണ്ട് പറഞ്ഞു. അമേരിക്കയുടെ പ്രസിഡന്റ് 2-ലധികം തവണ ടെലിഫോണിലൂടെ സംസാരിച്ചു. ഇതിന് മുൻപ് ഒരു പ്രാവശ്യം വന്ന സമയത്തും ഈ കാര്യങ്ങൾ പറഞ്ഞു. മിഡിൽ ഈസ്റ്റ് സന്ദർശനം എപ്പോൾ നടത്തുന്ന സമയത്തും ഈ ഒരു കാര്യം പറയാതെ ട്രംപ് മടങ്ങാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യങ്ങളും ഒരു അവസ്ഥകളുമാണ് നിലവിൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം, അബ്രഹാം കരാറിൽ എന്തെങ്കിലും അപാകതകളോ കൂട്ടിച്ചേർക്കലുകളോ ആവശ്യമുണ്ടെങ്കിൽ നമുക്കതാവാം. വെട്ടിച്ചേർക്കേണ്ട ഒരു വിഷയങ്ങളുണ്ടെങ്കിൽ അതുമാവാം. പക്ഷേ നിങ്ങൾ ഈ കരാർ വ്യവസ്ഥയിൽ ഒപ്പിടണം. ഇതാണ് അത് ഇറാനെതിരെ ഒരു സ്റ്റാൻഡ് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഏകോപനം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അമേരിക്ക ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നത്. ഇറാനെതിരെ ഒരു ഏകോപന സഖ്യം അല്ലെങ്കിൽ ഒരു സംവിധാനം വേണം. അതിന് അറേബ്യൻ രാജ്യങ്ങൾ കൂടെ നിന്നാൽ മാത്രമേ യൂറോപ്യൻ രാജ്യങ്ങൾ പോലും കൂടെ നിൽക്കൂ എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ ഈ നയങ്ങളിലും നിലപാടിൽ നിന്നും യഥാർത്ഥത്തിൽ ഒരു മാറ്റവും ഇല്ല. തങ്ങളുടെ സ്റ്റാൻഡ് വളരെ കൃത്യമായ രീതിയിൽ തന്നെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് തങ്ങളുടെ സ്റ്റാൻഡ്. അതായത് ഫലസ്തീനാണ് തങ്ങളുടെ വിഷയം എന്നുള്ള കാര്യം വളരെ കൃത്യതയോടുകൂടി പറഞ്ഞതാണ്. പാലസ്തീൻ്റെ സ്വാതന്ത്ര്യം എന്നാണോ ആ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ചുള്ള കരാർ വ്യവസ്ഥയെക്കുറിച്ച് മാത്രമേ തങ്ങൾ ആലോചിക്കുന്നേ. ഇത് സമ്മർദ്ദ തന്ത്രത്തിലൂടെ പരിഹരിക്കേണ്ട വിഷയങ്ങളോ പ്രശ്നങ്ങളോ അല്ല. അങ്ങനെ ഇതൊട്ട് അവസാനിക്കുകയില്ല. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? ഈ ഒരു വിഷയത്തിൽ സത്വരമായിരിക്കുന്ന ഒരു നടപടി അമേരിക്കയുടെ ഭാഗത്തുണ്ടായി. UN സഭയിൽ നിന്ന് അങ്ങനെ ഒരു നടപടി ഉണ്ടായതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. അതൊരിക്കലും വിജയിക്കില്ല. കാരണം 165-ലധികം രാജ്യങ്ങൾ ഫലസ്തീൻ സ്വാതന്ത്ര്യമാവണം എന്ന് കരാർ വ്യവസ്ഥയിൽ ഒപ്പിട്ട രാജ്യങ്ങളാണ്. അത് ഒപ്പിടുകയും അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ പ്രായോഗവൽക്കരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല, സാധിക്കുന്നില്ല. അത് ഇറാനും പറഞ്ഞിട്ടുണ്ട്.
നിങ്ങൾ കൂടിയിരുന്ന് കൊണ്ട് പ്രഖ്യാപനം നടത്തി കൈപൊക്കുകയും പെന്നുകൊണ്ട് കരാർ പത്രത്തിൽ ഒപ്പിടുകയും ചെയ്തതുകൊണ്ട് ഒരിക്കലും പോലും ഇസ്രായേൽ പാലസ്തീൻ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് അവർ സംസാരിക്കില്ല. പകരം എന്ത് ചെയ്യണം? അവരുമായിട്ട് യുദ്ധത്തിലേർപ്പെടണം എന്നുള്ളതാണ് ഇസ്രായേലിനെതിരെയുള്ള ഇറാൻ്റെ നിലപാട്. ആ നിലപാട് പിന്നെ അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇസ്രായേലുമായിട്ട് യുദ്ധം വരുന്ന സമയത്ത് യുദ്ധം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ഭയപ്പാട് യഥാർത്ഥത്തിൽ അറേബ്യൻ രാജ്യങ്ങൾക്കുണ്ട് എന്നതിനാൽ അവരായിട്ട് സമ്മതിച്ചിട്ടുമില്ല. പക്ഷേ കരാർ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ സഹകരിക്കാതിരിക്കുക എന്നുള്ള ഒരു സംവിധാനം ചെയ്യാൻ പറ്റും. നിസ്സഹകരണം, ആ ഒരു നിലപാടാണ് നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ്റെ ഭാഗത്ത്, സൗദി അറേബ്യയുടെ ഭാഗത്തുണ്ടായത്. അപ്പോൾ സൗദി അറേബ്യയുടെ നിലപാട് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ രണ്ട് കാര്യത്തിലും ഇറാനെതിരെയുള്ള നിലപാടിൽ ഏകോപനമുണ്ടാക്കി അമേരിക്കയോടൊപ്പം ചേരുക എന്നുള്ളതാണ്. അഥവാ അറേബ്യൻ രാജ്യങ്ങൾ യുദ്ധത്തിൽ പങ്കെടുക്കണം. ഇപ്പം നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ബേസ്, അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ ബേസിൽ നിന്ന് ഇറാന് നേരെ ആക്രമണം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് കൃത്യമാണ്. പക്ഷേ അത് അറേബ്യൻ രാജ്യങ്ങൾ ഒരിക്കലും ഇറാനെ ആക്രമിക്കുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അത് രണ്ട് കൂട്ടരും, അതായത് ഇറാനും അത് പറയുന്നില്ല, അതേപോലെ തന്നെ അറേബ്യൻ രാജ്യങ്ങളും പറയുന്നില്ല. ഇറാൻ ആക്രമിക്കുന്നതിനെ പ്രതിരോധിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പല ശ്രമങ്ങളും പരാജയപ്പെടുന്നുണ്ട്. അത് മറ്റൊരു വശം. ഇങ്ങനെ ഒരു റൂട്ട് നോക്കുന്ന സമയത്ത് ഒരിക്കലും അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ആ ഒരു ബുദ്ധിമുട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക അനുഭവിക്കുന്നത്. അമേരിക്ക അത് പറയുകയും ചെയ്യുന്നുണ്ട്. ചരിത്രത്തിൽ ഇന്ന് വരെയുള്ള അമേരിക്ക ഇടപെട്ട ഒരു യുദ്ധത്തിലും തങ്ങളുമായിട്ട് സഹകരിക്കാതിരിക്കുക എന്നൊരു വിഷയം ഉണ്ടായിട്ടില്ല. നേർക്ക് നേരെ എല്ലാ രാജ്യങ്ങളും പല ഘട്ടം സാധിച്ചിട്ട്, അത് ഇറാഖിൻ്റെതാണെങ്കിലും ലെബനാൻ്റെതാണെങ്കിലും സിറിയയുടേതാണെങ്കിലും മറ്റ് രാജ്യങ്ങൾ ഇടപെടുന്ന സമയത്തെല്ലാം വലിയ രീതിയിലുള്ള സഹായങ്ങളും പിന്തുണയും ഉണ്ടായിരിക്കുന്നു. എന്നാൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലെത്തുന്ന സമയത്ത് എല്ലാവരും അമേരിക്കയെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലാണ് സമീപനം സ്വീകരിക്കുന്നത്. അതവർക്കൊരു താല്പര്യം പോലെയാണ് എന്നുകൂടി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.